ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെട്ട അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരുടെ ജാമ്യ ഹർജി ദുർഗിലെ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നലെ ഛത്തീസ്ഗഡിലെത്തിയ ഇടത് പ്രതിനിധി സംഘം ഇന്ന് രാവിലെ 10 മണിക്ക് ദുർഗ് ജയിലിൽ എത്തും. റായ്പൂരിൽ നിന്നും അനൂപ് ദാസ് വിശദവിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, ഇന്ന് ജാമ്യാപേക്ഷയിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഏത് തരത്തിലായിരിക്കും CPM പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഇടപെടുക? ഇന്ന് രാവിലെ 11 മണിക്ക് ഈ 2 കന്യാസ്ത്രീകളുടെയും ജാമ്യാപേക്ഷ ദുർഗിലെ സെഷൻസ് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അഭിഭാഷകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മലയാളിയായ അഭിഭാഷക സിമി ജോസഫാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാവുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയിലെ ചില അഭിഭാഷകരുടെ സഹായം കൂടി ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ജയിലിൽ കഴിയുന്ന 2 പേരുടെയും ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ഛത്തീസ്ഗഡിലുള്ളത്. ഒപ്പം തന്നെ ഇന്ന് ഇടത് പ്രതിനിധികൾ CPMൻ്റെയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ ഇന്നലെ അവർ എത്തിയതാണ്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി അവർ ജില്ലാ ജയിലിലേക്ക് എത്തും. അതിനുശേഷം 2 കന്യാസ്ത്രീകളെയും കണ്ട് എന്താണ് ആ ദിവസം സംഭവിച്ചത്, അവർക്ക് എന്താണ് പറയാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ബൃന്ദാക്കാരട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അവർ ഇന്നലെ വൈകിട്ട് 4 മണിക്കായിരുന്നു എത്തിയത്. സമയം വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ജയിലിനകത്തേക്ക് കടത്തിവിടാതെ തരുന്നത്. എന്തായാലും ഇന്ന് അവരെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം ഒരുക്കാമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതുകഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം അതീവ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കാനാണ് ഇടത് എംപിമാരുടെയും ഒപ്പം തന്നെ UDF എംപിമാരുടെയും തീരുമാനം. UDF എംപിമാർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇന്നലെ ഛത്തീസ്ഗഡിൽ വന്ന് തിരിച്ചു പോയതാണ്. അവർ നേരിട്ട് UDFൻ്റെ മറ്റ് എംപിമാരുണ്ടായിരുന്നു, NK പ്രമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ. അവർ നേരിട്ട് കന്യാസ്ത്രീകളോട് സംസാരിച്ച് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തുടക്കത്തിൽ വളരെ ശക്തമായി ഈ കാര്യത്തിൽ ഒപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇവരൊക്കെയും ഇനി പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുക? അല്ല, BJPയെ സംബന്ധിച്ച് ഒരു കടുത്ത പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്. കാരണം BJP ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളിലെ ഒരു സംഘടനയായ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ 2 കന്യാസ്ത്രീകളെയും പൊതുമധ്യത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തുകയും അതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഈ 2 കുഴപ്പങ്ങളുള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് വോട്ടിനെ ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ BJPക്കുണ്ട്. അതുകൊണ്ടാണ് അനൂപ് ആന്റണി എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഇവിടത്തേക്ക് അയച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്. ഇന്നലെ അനൂപ് ആന്റണി ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ കണ്ടിരുന്നു. ഏതെങ്കിലും നിലയിൽ കേരളത്തിലെ BJPയുടെ നിലപാടുമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലുണ്ട്. അദ്ദേഹം കേന്ദ്ര BJP നേതാക്കളുമായും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുമായും സംസാരിച്ച് കേരളത്തിലെ BJPയുടെ വികാരം അറിയിച്ചിട്ടുണ്ട്. ഈ നിലയിൽ കന്യാസ്ത്രീകളെ കൈകാര്യം ചെയ്യരുത് എന്നാണ് സംസ്ഥാനത്തെ BJP നേതാക്കൾ ദേശീയ നേതാക്കളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും BJPയെ സംബന്ധിച്ച് ഈ കന്യാസ്ത്രീകളുടെ മോചനം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തിൽ അവരുടെ വോട്ട് ബാങ്ക് എന്ന നിലയ്ക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം. അനൂപ് ദാസ് ആണ് റായ്പൂരിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ നൽകിയത്.